ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് ഓശാന കൊഴുക്കട്ടയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കൊഴുക്കട്ടയാണ്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. കൊഴുക്കട്ടയ്ക്ക് വേണ്ടി ഒരു 3 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂട്ടിയെടുക്കാം, കുറച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു വലിയ തേങ്ങ മൊത്തം തിരികെ വെച്ചിട്ടുണ്ട്. പൊടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തിരികെ എടുക്കുക. പിന്നെ മണത്തിന് വേണ്ടി ഞാൻ ഒരു 6-7 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു ചുക്ക് ഉണങ്ങിയത് എടുത്തിട്ടുണ്ട്. ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. മാവിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഒരു ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. കൊഴുക്കട്ടയായതുകൊണ്ട് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് സ്പൂണിൽ നിന്ന് മാവ് മാറ്റിയിട്ട് കൈകൊണ്ട് ഒരു ചപ്പാത്തിയുടെ മാറ്റിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് ഞവടി വെച്ചിട്ടുണ്ട്. ഇതേ കണക്ക് വേണം ചെയ്തെടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഞവടി എടുക്കുക. ഇപ്പം മാവ് നന്നായിട്ട് ഞവടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രം വെച്ച് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റേ ഫില്ലിങ് കറക്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ആ ശർക്കര ഇതിലോട്ട് ഒരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. തീരെ കുറച്ച് മതി. ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കല്ലില്ലാത്ത ശർക്കരയാണ്. അല്ലെങ്കിൽ നിങ്ങളിത് അരിച്ചെടുക്കണം. ശർക്കര നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ അരിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചുക്ക് ചേർത്ത് കൊടുക്കാം. ചുക്ക്, ഏലക്ക, ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ. ഇത് കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് മുരണ്ട് വരും. അതുകൊണ്ട് ഈ പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി കൊഴുക്കട്ട ചെയ്തെടുക്കാം. ഇഷ്ടമുള്ളത്ര റൗണ്ട് എടുക്കുക. ഒന്നെങ്കിൽ ചെറുത് വേണമെങ്കിൽ ചെറുതെടുക്കുക, അല്ലെങ്കിൽ വലുതെടുക്കുക. ഇങ്ങനെ റൗണ്ട് ചെയ്യുക, പ്രസ് ചെയ്ത് കൊടുക്കുക. എടുത്തിട്ട് നമുക്കിതിനകത്തോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കൊണ്ടുവരിക. അപ്പം ഇത് മൊത്തത്തിൽ നന്നായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് ചെയ്തത്. അത് കണക്ക് നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് കാണിച്ചു തരാം. മാവെടുക്കുക, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ഉരുളകൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പം
ആദ്യത്തെ ഒരു ബാച്ചാണ് വെക്കുന്നത്. നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇതിലോട്ടെടുത്ത് വയ്ക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, കൊളക്കട്ടയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, എങ്ങും പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതേ കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.